ഇതൊരു പഴയ കഥയാണ്. 1980-ലെ അമേരിക്കയിൽ പെൻസിൽവാനിയ സംസ്ഥാനത്തെ വെസ്റ്റ്പിറ്റ്സൺ എന്നൊരു ചെറിയ പട്ടണത്തിൽ ഒരു സാധാരണ കുടുംബം. അതായിരുന്നു സ്മൾ ഫാമിലി. പെട്ടെന്നൊരു ദിവസം അവരുടെ ജീവിതം അസാധാരണമായി. ആ വീട്ടിൽ ഭയാനകമായ ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചു. ആദ്യകാലത്ത് ചെറിയ ചെറിയ സംഭവങ്ങളായിരുന്നു. ഭിത്തികളിലൂടെ ആരോ നടക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്ന ശബ്ദം, വീട് മുഴുവൻ പരക്കുന്ന ദുർഗന്ധം, വീട്ടിലെ ലൈറ്റുകൾക്ക് അപ്രതീക്ഷിതമായി ഉണ്ടാവുന്ന ഫ്ലിക്കർ. ആദ്യം ഇതെല്ലാം ഒരുതരം ഭ്രമമാണെന്ന വിചാരത്തിൽ സ്മൾ ഫാമിലി മുൻപോട്ട് പോയി. ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും അവരുടെ ജീവിതം തന്നെ ഒരു ദുസ്വപ്നമായി മാറി. ഒരു രാത്രി സ്മൾ ഫാമിലി മുഴുവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഒരു കിടക്കയിൽ നിന്ന് ഭിത്തിയിലേക്ക് ആരോ എടുത്തെറിഞ്ഞു. ഏതോ കറുത്ത ആകൃതികൾ, നിഴലുകൾ മുറികളിൽ അവർ കണ്ടു. ഒരു അശരീരമായ ഗ്രൗളിംഗ് ശബ്ദം, ആരോ ചെവിയിൽ വന്ന് ചൂളം വിളിക്കുന്ന പോലെ. കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഭയത്താൽ വിറച്ചു നിന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന അവർക്ക് മുൻപിൽ ദൈവദൂതരെ പോലെ എഡും ലൊറൈൻ വാറനും എത്തിച്ചേർന്നു. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തരായ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ്. 1986-ൽ വാറൻസ് അവിടെ എത്തി. തന്റെ സൈക്കിക് കഴിവുകൾ ഉപയോഗിച്ച് വീടിനുള്ളിൽ കയറിയപ്പോൾ തന്നെ ഒരു തണുത്ത ഇരുട്ടിന്റെ ഭാരം അവർക്ക് അനുഭവിച്ചു. എഡ് അവരോട് പറഞ്ഞു, ഇവിടെ ഒരു അതിക്രൂരമായ ഡിമോണിക് പ്രസൻസ് ഉണ്ട്. ഇത് മനുഷ്യരെ മാനസികമായും ശാരീരികമായും തകർക്കാൻ കഴിയും. വീടിന്റെ ഓരോ മുക്കിലും മൂലയിലും അവർക്ക് അന്യമായ ചലനങ്ങൾ, വിരസമായ ശബ്ദങ്ങൾ, ബ്ലാക്ക് മാസസ് എല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞു. വാറൻസ് തങ്ങളുടെ ജോലി ആരംഭിച്ചു. അവർ പ്രാർത്ഥനകളും റിച്വൽസും നടത്തി. വീട് പതുക്കെ പതുക്കെ ശാന്തമായി. പക്ഷെ ഉടനെ തന്നെ ഹോണ്ടിങ് ശക്തമായി ആരംഭിച്ചു. സ്മൾ കുടുംബം പിന്നീട് ലോകത്തോട് വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. അതായത്, ഒരിക്കൽ വീടിന്റെ മതിലുകൾ പോലും നിന്ന് വിറയ്ക്കുന്നുവെന്ന്, കുട്ടികൾ കട്ടിലിൽ നിന്നും പറിച്ചെറിയപ്പെടുന്നുവെന്ന്, തങ്ങൾക്ക് മാത്രമല്ല സഹായിക്കാനെത്തിയ വാറൻസ് ദമ്പതികൾക്കു നേരെയും ദൃശ്യമായ ആക്രമണം നേരിട്ടുവെന്ന്. ഇത് 1988-ൽ ദ ഹോണ്ടഡ് എന്ന പുസ്തകമായും 1991-ൽ ഒരു സിനിമയായും പുറത്തിറങ്ങി. പലരും പറയുന്നു ഇതൊരു കെട്ടിച്ചമച്ച കഥ മാത്രമാണെന്ന്. എന്നാൽ സ്മൾ കുടുംബം പറയുന്നത് അവർ അനുഭവിച്ചത് അത്രയും സത്യമായിരുന്നു എന്ന്. ഇതായിരുന്നു എഡും ലൊറൈനും ചേർന്ന് നടത്തിയ അവസാനത്തെ അന്വേഷണം. ഇതിനുശേഷം എഡിന്റെ ആരോഗ്യനില മോശമായി. ലൊറൈന്റെ ശേഷകാലം കൺസൾട്ടിംഗ് ഒക്കെയായി ഒരു ശാന്തമായ അന്തരീക്ഷത്തിലാണ് ജീവിച്ചത്. പക്ഷെ അവരുടെ അവസാന സംയുക്ത കേസായ സ്മൾ ഹണ്ടി ഇന്നും ഒരു പാരാനോർമൽ വേൾഡിലെ ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി നിലകൊള്ളുന്നു. എഡിന്റെയും ലൊറൈന്റെയും കഥകളാണ് കോഞ്ചറിംഗ് സീരീസായി നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിനിമകൾ. ഇതൊരു യഥാർത്ഥ ഡിമോണിക് ആക്രമണമാണോ, അതോ മനുഷ്യരുടെ ഭയങ്ങൾ കൂട്ടിച്ചേർത്തൊരു കഥ മാത്രമാണോ? നിങ്ങൾക്കിതിൽ ഏതാണ് വിശ്വസിക്കാൻ ഇഷ്ടം?